യെരുശലേം ദൈവാലയത്തിൽ അർപ്പിക്കാൻ ചുവന്ന പശുക്കുട്ടികളെ ഇസ്രയേൽ റെഡിയാക്കി. അമേരിക്ക ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നം അവിടെ ആരംഭിക്കുന്നത്. അന്ന് അവന്മാരൊരു ആപ്പ് വെച്ചു. റഷ്യക്ക് ഇന്ത്യയോട് ഇഷ്ടം കൂടുതൽ തോന്നി അമേരിക്കയെ മുട്ടുകുത്തിക്കണം. ഒരു രാജ്യത്തിനും ഇന്ത്യ എതിർക്കാൻ കഴിയത്തില്ല. കാന്തന്റെ വരവിന്റെ 6 ചാലുകൾ. 1, യഹൂദനാകുന്ന ഇസ്രയേൽ. 2, എതിർക്രിസ്തുവെന്ന ഏകലോക ഭരണം. 3, പ്രപഞ്ചത്തിലെ മാറ്റം. നാളെ ചിന്തിക്കും. 4, ഏറ്റവും നിർണായകമായി ഒരു ഏകലോക മതം. 5, നോഗയുടെ കാലത്തെ പോലെ പെരുമഴ. 6, ലോത്തിന്റെ കാലത്തെ പോലെ തീ ഇറങ്ങുന്ന ഒരു കാലം. 6 കാലങ്ങൾ കർത്താവിന്റെ വരവിന്റെ മധുരകരമായ ചാലുകൾ. അതിനാസ്പദമായി ഇന്ന് രാത്രി 1-ാം ഭാഗത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ കൊടി ഉയർത്തി. ഒരു രാഷ്ട്രമായി ഇസ്രയേൽ വന്നു. 22,700 കിലോമീറ്റർ. 5 ദിവസത്തെ പ്രസംഗമാണ്, അതുകൊണ്ട് അതെടുക്കാത്തത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് 6,750 കിലോമീറ്റർ പലസ്തീനുണ്ട്. പലസ്തീൻ്റെ 2 പ്രവിശ്യകളാണ്. 1 റമല്ല, 2 വെസ്റ്റ് ബാങ്ക്, അതിനോടനുബന്ധിച്ച നസറേത്ത്. അതിൻ്റെ ഇപ്പുറത്തായി 271 കിലോമീറ്റർ കിടക്കുന്ന മെഡിറ്ററേനിയൻ കടലെടുക്ക ഗാസ സ്ട്രിപ്പ്. ഗാസ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത, ഗാസ സ്ട്രിപ്പിൻ്റെ 4 ഭാഗങ്ങളാണ് ഉള്ളത്. 1 എക്രോ, 2 കാനിയോനിസ്, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും കിട്ടുന്നത് റഫ, അത് കഴിഞ്ഞ സഗർ. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നും ഗാസയ്ക്കുള്ളത്. ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ വളരെ ഒരു സംഘർഷം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഒക്ടോബർ 7 മുതൽ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി ഇറാന്റെ പ്രോക്സികൾ. ഇറാനിൽ പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു, പുറേ ഹാമാന്റെ ചക്രവർത്തി. നമ്മുടെ അഹശ്വേരോഷ് ഹാമാനല്ല, ഹാമാന്റെ പിന്തുടർച്ചയായി 3 ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, അതെങ്കിൽ ബ്രദർഹുഡ് ഗ്രൂപ്പ് വന്നു. അത് 3 മെച്ചിനകത്ത്. 1 ഹമാസ് പലസ്തീൻ, 2 ഹിസ്ബുള്ള ലബനോൻ, അത് കഴിഞ്ഞിട്ട് ഹൂത്തി വിമത റേമൻ. ഇവർ 3 പേരോട് ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിന് ഒരു അടി കൊടുത്തത്. ഇസ്രയേൽ നിലവിളിക്കും. ബൈബിൾ പ്രവചനം കർത്തൃദാസി വായിക്കത്തില്ല, ബൈബിൾ കൂടെയുള്ളത്. ആമോസ് 2:5 ഞാൻ യെരുശലേമിൻ്റെ അകത്തൊരു തീ അയക്കും, യഹൂദന്റെ അരമനകളെ അത് കത്തിച്ചു കളയും. ഒക്ടോബർ 7 മുതൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പരിസമാപ്തിയായി ഇപ്പോൾ ഒരു യുദ്ധം വരുമോ? ലോകയുദ്ധം ഒന്നും ഇവിടെ വരത്തില്ല. ഇതിന്റെ പിൻപിൽ ഒരു യുദ്ധത്തിന്റെ ചാലൊരുങ്ങുന്നു. ഇവിടം തൊട്ട് പ്രഭാഷണം എല്ലാവരും കേട്ടോണം. 1914 മുതൽ 19 വരെ ബൈബിൾ കൂടെ ഇരിക്കണം. 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. അതിനകത്ത് ജയിപ്പിച്ച വ്യക്തിയുടെ ആഗ്രഹപ്രകാരം ഇസ്രയേൽ എന്ന യഹൂദരാഷ്ട്രത്തിന് വേണ്ടി മടങ്ങി വരുവാനുള്ള 1-ാമത്തെ ചാൽ. അതാ നിങ്ങളുടെ മൊബൈലിലും എവിടെയും കിട്ടും. 1917 നവംബർ മാസം 2-ാം തീയതി ഒരു വിളംബരം വന്നു. ആർതർ ബാൽബോർഡ് ഡിക്ലറേഷൻ. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. മത്തായി 27-25 ബൈബിൾ കൂടെ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ 111 രാജ്യങ്ങൾ ചിതറിയ യഹൂദൻ ആദ്യമായിട്ട് മടങ്ങി വരുന്നത് 1917 നവംബർ 2. അന്ന് 17 കമ്മ്യൂണിസ്റ്റ് ഭരണം. 17 ഇവിടെ ഒരു സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന മഹാവ്യാധി. 1 2-ാം ലോക മഹായുദ്ധം. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ നെയ്യാറ്റിൻകരയിലെ ദൈവമക്കൾ ബൈബിളും പ്രവചനവും കൂടിയിരിക്കണം. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്നു, യുദ്ധം വേണ്ട. ആ സംഘടന പേര് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. അടുത്തത് 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം വന്നു. 2-ാം ലോക മഹായുദ്ധത്തിൽ 5.5 കോടി പേർ മരിച്ചു. ഇന്ന് അവസാനം നിർത്തുമ്പോൾ മക്കളെ അന്നൊരു സംഘടന വന്ന് ഇസ്രയേൽ സ്വതന്ത്രമായി. ആ സംഘടന പേര് യുണൈറ്റഡ് നേഷൻ. അങ്ങനെയെങ്കിൽ ഇനി 3-ാം ലോക മഹായുദ്ധം നടന്നാൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരും. ശ്രദ്ധയോടെ ഇരിക്കണം. അന്ത്യകാല സംഭവം. അവൻ വരുന്നതിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടിയല്ല, ഒന്നുമല്ല, അതിനു വേണ്ടിയുള്ള വഴിത്താരകൾ ഒരുങ്ങുന്നു. ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണേ. അതിനാസ്പദമായി 2023 ലൈവ് അജിബ്രദന്റെ ലിങ്കിൽ നിന്ന് പിന്നെയും കാണാം. എങ്ങനെയെങ്കിൽ നമുക്ക് ഈ 3 പ്രഭാഷണം കൊണ്ട് ഓടിയെത്താൻ പറ്റും. 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവർ ഒരു ഉച്ചകോടി നടത്തി. എവിടെ? G20 സബ്മിറ്റ് ന്യൂഡൽഹി. ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ലോകം ഒരുവൻ ഭരിച്ചാൽ കൊള്ളാമായിരുന്നു, എല്ലാവർക്കും വസ്ത്രവും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ. 2-ാമത്തെ സംഭവം പറഞ്ഞു തരാം. 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അബുദാബിയിൽ പോയി 7000 കോടിക്ക് അവർ അമ്പലം ഉദ്ഘാടനം ചെയ്തത്. സകല ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു. മോഡിജിയോട് ചാനലുകാർ ചോദിച്ചു, സാറേ അബുദാബിയിൽ വന്നതാ, ഇതർ അബുദാബി മേ ആക്കെ കച്ചാ നയാ ബാത്ത് ബതാനാ ചാഹിയേ മോഡിജി. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മോഡിജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭായിയോ ബഹനോ യേ സുന്നാ ചാഹിയേ അപ്പനാ ദുനിയാ ശാന്തി സമാധാൻ ബർക്കത്ത് മിൽനെ കെ ലിയേ ഏക് ആദ്മി കുർസിമേ ബൈഠേഗാ തോ അച്ഛാ ഹൈ. ഒരുവൻ സിംഹാസനത്തിൽ ഇരുന്നാൽ നല്ലത്. അടുത്തത് 2024
2024 അതാ ഇന്നത്തെ അമേരിക്ക ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നം അവിടെ ആരംഭിക്കുന്നത്. ഭയങ്കര സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടി എന്ന് പറഞ്ഞൊരു ഉച്ചകോടിയുണ്ട്. ഈ ബ്രിക്സിനകത്തെ മെയിൻ കക്ഷികളാണ്. ഒന്ന് ഇന്ത്യ ഉണ്ട്, രണ്ട് ബ്രസീലുണ്ട്, അടുത്ത റഷ്യ ഉണ്ട്, ചൈനയുണ്ട്. ഇവരെല്ലാം കൂടെ 2024 നവംബർ മാസത്തിൽ റഷ്യ കൂടി. അന്ന് അവന്മാരൊരു ആപ്പ് വെച്ചു. ഒരാപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ട് 3 നേതാക്കൾ. ഒന്ന് വടക്കൻ കൊറിയയുടെ നേതാവിൻ്റെ പേരാണ് കിങ് ജോങ്. അത് കഴിഞ്ഞിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അത് കഴിഞ്ഞിട്ട് ചൈനയുടെ ഷീ ജിൻപിങ് പറഞ്ഞു എണ്ണ വില ഡോളറിൽ നിന്ന് മാറണം, അമേരിക്കയെ മുട്ടുകുത്തിക്കണം. ഇന്ന് അമേരിക്ക നിൽക്കുന്നത് എണ്ണ വില ഡോളറിലാണ്. അത് കണ്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പെരിയ കൈ ഉയർത്തി നല്ലതാണ്. അന്ന് തൊട്ട് റഷ്യക്ക് ഇന്ത്യയോട് ഇഷ്ടം കൂടുതൽ തോന്നി. ഇന്ന് നിങ്ങളുടെ പത്രത്തിലെ എണ്ണ വില ഒരു ബാരൽ എണ്ണയ്ക്ക് 70 രൂപ. പക്ഷേ ഇന്ത്യക്ക് $15 ഡിസ്കൗണ്ടിന് 55 രൂപയ്ക്കാണ് ഇന്ന് റഷ്യ എണ്ണ കൊടുക്കുന്നത്. സ്വോത്രം. അതുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ പെട്രോൾ വില ഇന്നത്തെ കണക്കനുസരിച്ച് ബിസിനസ്സുകാർ പറഞ്ഞു 1 ലിറ്റർ പെട്രോളിന് 60, ഡീസലിന് 45 രൂപ കൊടുത്താലും ഇന്ത്യക്ക് ലാഭം. 55 രൂപയ്ക്കാണ് ഇന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിച്ചുകൊണ്ട് വരുന്നത്. ഒരു രാജ്യത്തിനും ഇന്ത്യ എതിർക്കാൻ കഴിയത്തില്ല. സൈനിക കപ്പലുകളും കാര്യമുണ്ട്, എത്ര വേണമെങ്കിലും. നെയ്യാറ്റിൻകര സോമൻ ചേട്ടൻ്റെ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഊറ്റുന്നത് പോലെ ആരും പിടിക്കത്തില്ല. സ്വോത്രം. അത്ര തൻ്റെ ഇടമുള്ള രാജ്യം ഇന്ത്യ. അത് കണ്ടപ്പോൾ അന്ന് തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ചെറിയ വിഷയമുണ്ടായി. ഇനി അടുത്ത പറഞ്ഞുതരാം. അപ്പോൾ അവർ പറഞ്ഞു ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുത്താൽ നന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി 2024 ഡിസംബർ മാസത്തിൽ കേരളത്തിൽ നിന്ന് ചില മനിത നേതാക്കൾ, മാർത്തോമാ സഭ, ചാണ്ടി ഉമ്മൻ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ, എല്ലാ ഫോട്ടോയും ഇന്ത്യയിലുണ്ട്. അവരെല്ലാം കൂടെ വത്തിക്കാന് ചെന്നിട്ട് പറഞ്ഞു ഒരേക ലോക മതം വന്നെങ്കിൽ നന്നായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ തൊട്ടടുത്ത അരുവിപ്പുറം, ഇനി ഒരുപക്ഷെ ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ചെമ്പഴന്തിയിലല്ല, അരുവിപ്പുറത്തല്ല, വർക്കല ശിവഗിരിയിലല്ല, ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. ദാറ്റ് മീൻസ് എക്യൂമെനിക്കൽ കമ്മ്യൂണൽ റിലീജിയൻ കം ഫ്രം ആലുവ ശിവഗിരി മഠ് വരാൻ പോകുന്ന കാര്യമാണ്. ഞാനിവിടെ വന്നില്ലല്ലോ. ഏകലോക മതം. അതിനാസ്പദമായി ഒരുവൻ ലോകം ഭരിക്കണമോ ഇസ്രയേലുമായിട്ടുള്ള വിഷയത്തിൽ പറഞ്ഞുതരാം. 2024 ജനുവരി മാസം 25-ാം തീയതി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നു സ്വിറ്റ്സർലൻഡിൽ. ആ സ്വിറ്റ്സർലൻഡിൽ മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാവരും കേൾക്കണം. ഇന്നത്തെ UN പറയുന്ന കാര്യമുണ്ട്. ഒരു ഗവൺമെൻറ്, ഒരു പാസ്പോർട്ട്, ഒരു മുദ്ര ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുക്കാം. അവർ പറഞ്ഞതാ അതിരുകളില്ലാത്ത ലോകം. ഇന്നത്തെ ചെറുപ്പക്കാർ നെയ്യാറ്റിൻകരയിലുള്ളവർ കേൾക്കണം. നിങ്ങൾ ആരെങ്കിലും വെളിനാട്ടിൽ പോയ ആരെങ്കിലും ഉണ്ട്, വിഷയമൊന്നും വേണ്ട. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് അവിടെ എവിടെയെങ്കിലും പോയി ആരെങ്കിലും ഉണ്ട് എന്ന് കരം ഉയർത്തിയാട്ടെ. സന്തോഷമില്ലല്ലോ. വെളിനാട്ടിൽ പോയി അയ്യാച്ചാ കൈ ഉയർത്ത, വിഷയമൊന്നും വേണ്ട. രായഭാഷ പലരും വിചാരിക്കുന്ന വിഷു വേണമെന്ന്, വിഷയമൊന്നും വേണ്ട. സ്വോത്രം. കൈ ഉയർത്തിയാട്ടെ. വെളിനാട്ടിൽ ഭാഷ കൈ ഉയർത്തിയാട്ടെ. സഹോദരിമാരും ഉയർത്തിയിട്ടില്ല, പ്രത്യേകിച്ച് എന്ന് പ്രാർത്ഥിക്കാം. സ്വോത്രം. സൗദി അറേബ്യ പോയ ചെറുപ്പക്കാരന് അവിടെ ഇരിക്കുന്ന സഹോദരന് ഖത്തറിൽ പോകാൻ പറ്റത്തില്ല, കുവൈറ്റിൽ പോകാൻ പറ്റത്തില്ല, വേറെ വിസ വേണം. അങ്ങനെയെങ്കിൽ ഇന്ന് 6 ഗൾഫ് രാജ്യങ്ങൾ ഒറ്റ വിസയിൽ ഒരേ സമയം 6 സ്ഥലത്ത് സഞ്ചരിക്കാൻ പദ്ധതി വെക്കുന്നെങ്കിൽ ഒറ്റ പാസ്പോർട്ട് കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള പദ്ധതി ഉലകം കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. അത്തി തളിർക്കണം, കൊമ്പിളതാകണം വേനൽ. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് രാത്രി നെയ്യാറ്റിൻകര നാം കൺവെൻഷൻ ഇരിക്കുമ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ആരുമായി ഏറ്റുമുട്ടുന്നു? 6 രാജ്യങ്ങളുമായി. 48 മെയ് 14 സ്വതന്ത്രമായ ഇസ്രയേൽ, ഇന്ന് പലസ്തീനിലെ ഹമാസ്, 2 സിറിയ, 3 ലെബനോൻ, 4 ഈജിപ്റ്റ്, 5-മത്തത് യമൻ, 6 ഇറാൻ, 7 ടർക്കി. എല്ലാവരെയും അത്തി തളിർത്തു കൊമ്പിളായി. അങ്ങനെയെങ്കിൽ ഇത് വരുന്നത് ഒരു അന്തിമ യുദ്ധത്തിലേക്കാവും. ഈ യുദ്ധം ഇവിടെ നടക്കുമ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയായി ഒരുവൻ എഴുന്നേറ്റ് വരും ഉലകത്തെ ഭരിക്കാൻ. അതിനവൻ ആദ്യം കൈ കൊടുക്കുന്നത് 1 ഇസ്രയേലിനോട്, 2 പലസ്തീൻ അതോറിറ്റിയോട്. അതാ ഈ യുദ്ധത്തിന്റെ പരിസമാപ്തി. വായിച്ചു തുടങ്ങുന്നു. ഒരുവൻ ഭരണത്തിൽ വരുമോ? ഇനി പടപടാ നിങ്ങൾ ചരിത്രവും ബൈബിളിലേക്ക്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. കർത്തൃദാസി വായിച്ച് സഹായിക്കണം, ബൈബിൾ കൂടെ ഇരിക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് അവിടെ നിൽക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ എപ്പോൾ? അതുകൊണ്ട് ടൈം കൂടുതൽ മേടിച്ചത് പറയാം. അപ്പോൾ ആഫ്റ്റർ ദ 3rd വേൾഡ് വാർ ആരാ 10 കൊമ്പ്? എല്ലാവരും ശ്രദ്ധിക്കണം. ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ന് പ്രബലമായി. അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് യൂറോപ്പ് പ്രബലമായി. യൂറോപ്പിൽ 12 രാഷ്ട്രങ്ങൾ വോട്ടവകാശം. അതിൽ 30 പേര് അംഗങ്ങളുണ്ട്. വോട്ടവകാശം 12 പേർ. നല്ലതുപോലെ ബൈബിൾ മനസ്സിലാക്കണം. പടപട വാക്യങ്ങളിലേക്ക് പോകും. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആരാ 12 രാജ്യങ്ങൾ? ബെൽജിയം, ഫ്രാൻസ്,
ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഇതിൽ 12 അജി ബ്രദർ ഇവിടെ ലൈവ് കൊടുക്കുന്നുണ്ട്. ദാണ്ട് ഇതിൽ ഒരെണ്ണത്തിന് ദൈവം വെട്ടി. ബ്രിട്ടൻ ഇന്ന് യൂറോപ്പിനകത്തില്ല. ബ്രിട്ടൻ അവർ മാറി. ഇനി 11 രാഷ്ട്രങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ ഒരുവനൂടെ പോയി കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരും. 10 കൊമ്പ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 11-ൽ 1 പോയി ഒന്നുകൂടെ പോയാൽ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. ആ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയൻ സഭയെ ചേർക്കാൻ വരും. വിശുദ്ധ വചനത്തിനായി സ്തോത്രം. ഒരിടത്ത് തളിർക്കുമ്പോൾ ഒരുവൻ കസേരയിൽ കയറാൻ വരുന്നതിന്റെ ലക്ഷണങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആത്മനായകൻ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. 10 കൊമ്പ്. അടുത്തത് വായിക്കാം. 7 തല. 7 തലയുടെ പ്രത്യേകതയാ മനസ്സിലാക്കണം. 7 ഭൂഖണ്ഡങ്ങളെ പറ്റി ഒരു സൈഡിൽ കാണിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതുപോലെ തന്നെ ഇറ്റലിയിലെ ടൈബർ നദീതീരം. അവിടെ 7 മലകളുണ്ട്. രണ്ടും ഈ 7-നെ കാണിക്കുന്നു: ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. നാളെ ജിയോയുടെ ഫൈബർ നെറ്റിൽ പോകുമ്പോൾ ഇത് ക്ലിയർ ആക്കി തരും. ജിയോയുടെ ഫൈബർ നെറ്റ് നാളെ പ്രസംഗിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് എന്ത് സംഭവിക്കുന്നു. 10 കൊമ്പ് 7 തലയും. വായിച്ചട്ടെ. കൊമ്പുകളിൽ വരുവാനിരിക്കുന്ന യൂറോപ്പിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ 10 രാജ്യങ്ങൾ അവന് പിന്തുണ കൊടുക്കും. ഇന്ന് അമേരിക്കയോട് നിൽക്കുന്നവരെല്ലാം യൂറോപ്പിനോട് ചേരും. സഖാവ് പിണറായി വിജയനോടൊപ്പം വീണ ജോർജ്, ശിവൻകുട്ടി ചേട്ടനും അത് കഴിഞ്ഞിട്ട് ബാലഗോപാലും ഇവരൊക്കെ നിൽക്കുന്നത് പോലെ 10 പേരെ കൂട്ടി ഒരു ഭരണം ഉലകത്തിൽ കൊണ്ടുവരും. അടുത്തത് വായിക്കാം. അനവധി പേര് ഇതിനുണ്ട്. തുമ്പുകെട്ടകിടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ, ഇങ്ങനൊരുവൻ. വായിക്കാം. സമുദ്രം ലോക ജനതയുടെ നടുവിൽ നിന്നൊരു ഭരണാധികാരി കയറുന്നത് പത്മോസിൽ യോഹന്നാൻ കണ്ടു. ഒരിടത്ത് ഇസ്രായേൽ 7 രാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധം. ഇത് ലോകമഹായുദ്ധത്തിൽ ചെല്ലും. അത് കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞ. അതിന് മുമ്പ് ചില സംഭവങ്ങൾ ഇവിടെ. അടുത്ത വാക്ക് വായിക്കാം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയാണ്. ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, ഒരിക്കൽ ഇന്ത്യ ഭരിച്ച ഭരണാധികാരി. അടുത്തത് കരടിക്കാല. ഇന്നത്തെ ഇറാൻ മേദ്യ പാർസി ചക്രവർത്തി ദാര്യാവേശും ഘോരശും ദാനിയേൽ കണ്ട ദർശനം. അടുത്തത് അതിന്റെ വായ്. ആ സിംഹമുഖത്തിന്റെ വായാണ് ഇറാഖ് തലയിറക്കുന്ന നായാട്ട് വീരന്മാർ IS. ഇന്ന് രാത്രി അത് പറഞ്ഞു തരാം. അങ്ങനെ അവരെ പിന്തുണ കൊടുക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഈ പിശാചിന്റെ ശക്തി മഹാസർപ്പം. വായിക്കാം. വലിയ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. ലോകം ഒരുവനെ കാത്തു നിൽക്കുന്നു. ഏക ലോക ഭരണത്തിലേക്ക് ലോകം വരുന്നു. ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് ഇന്ന് രാത്രി പറഞ്ഞു തരാം. അതിനാസ്പദമായി ചിന്തയോടെ ഇരിക്കണം. ഈ 3-ാം ലോക മഹായുദ്ധം ഇവിടെ കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായി 2 പാർട്ടികളുമായിട്ട് ആന്റി ക്രൈസ്റ്റ് ഒപ്പുവെക്കും. അതാ ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് 6:1-2 3-ാം ലോക മഹായുദ്ധം വ്യക്തമായി നാളെ പറഞ്ഞുതരാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര. ലോകം തീരുന്നില്ല. സമാധാനത്തിന്റെ പുറമോടിയായി എതിർ ക്രിസ്തു വരും. അവൻ 2 പേരുമായിട്ട് കരം കൊടുക്കും. 1 യഹൂദനുമായിട്ട് കരം കൊടുക്കും. 2 പലസ്തീൻ അതോറിറ്റിയായിട്ട് കരം കൊടുക്കും. അതായിരിക്കും നാളെ പലസ്തീൻ അതോറിറ്റിയെ പറ്റി പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യഹൂദനുമായിട്ട് കരം കൊടുക്കാൻ ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തിൽ ഒരു വലിയ വിഷയമുണ്ട്. യഹൂദന് ദേവാലയമില്ല. മനസ്സിലാകുന്നവർക്കായി ഇതിപ്പം പണിയാൻ അനുവദിക്കത്തില്ല. ഇവിടം കൊടുത്ത് ബൈബിളിന്റെ ചിന്ത ഒരു 5-6 വാക്യം വായിക്കുമ്പോൾ ഇടവേള, പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കും. ബാക്കി നാളെ. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ 1-ാമത്തെ ദേവാലയം. ബൈബിൾ കൂടെ ഇരിക്കണം. സമാഗമന കൂടാരം. മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ അതങ്ങ് പോയി. 2 ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂറ് നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവം എന്നേക്കുമുള്ളത്. ദൈവ സാന്നിധ്യം ഇറങ്ങി. BC 606 നെബൂഖദ്നേസർ ദേവാലയത്തെ തകർത്തു. വളരെ ശ്രദ്ധയോടെ ദേവാലയം പോയി. അതിനുശേഷം 3 കോരശ് എന്റെ ഇടയൻ, യെശയ്യാ പ്രവചനം 45, എസ്രാ, നഹമ്യാവ്, സെരബാബേൽ അവരാൽ ദേവാലയം പണിതു. പക്ഷേ ആ ദേവാലയം പോയില്ല. ഇനി ബൈബിൾ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. ദാനിയേൽ തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. തല തങ്ക നെബൂഖദ്നേസർ, നെഞ്ചും കൈയും ദാര്യാവേശ്, അരഭാഗം
ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ റോമ സാമ്രാജ്യം പണികൊടുക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഐതിഹ്യ കാലമാണ്. ആ ദൈവാലയത്തിൽ യേശു ഓശാന പെരുന്നാളിൽ വന്ന് 46 വർഷം കൊണ്ട് ഹെരോദാവ് പുതുക്കി പണിത ദേവാലയത്തിൽ വന്നു. നല്ല തൂക്കുവിളക്കുകൾ, രമ്യകർമ്മങ്ങൾ, ഇതെല്ലാം അവിടെ വെച്ചിരിക്കുക. അപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ഈ ഓശാന കഴിഞ്ഞിറങ്ങി യേശുവിന് കാപ്പിയെ കൊടുത്താൻ പറഞ്ഞു, കുഞ്ഞെ ഈ ആലയത്തിൻ്റെ പണി. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാ ഇസ്രയേലുമായിട്ടുള്ള അന്തിമ യുദ്ധത്തിൻ്റെ അവസാന ഭാഗം. ശ്രദ്ധയോടെ ഇരിക്കണം. യേശു പറഞ്ഞു AD 68, ഇവിടം തൊട്ട് പ്രഭാഷണം കേട്ടോണം. AD 68 ടൈറ്റസ് എന്ന രാജാവ് ദേവാലയത്തെ തകർക്കാൻ വന്നു. എല്ലാവരും ശ്രദ്ധയോടെ. ദേവാലയത്തെ തകർക്കാൻ വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു. എന്താ? അവന് ഞാൻ താഴെ പടയാളികളെല്ലാം നിർത്തി യെരുശലേം ദേവാലയത്തിൻ്റെ അവിടെ. പെട്ടെന്ന് അന്നത്തെ കാലത്ത് ഒരു സന്ദേശം വന്ന അവൻ്റെ അപ്പൻ മരിച്ചുപോയി. അവൻ പടയാളികളോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ദേവാലയത്തെ ഒന്നും ചെയ്യരുത്, പിന്നെ നമുക്ക് ആക്രമിക്കാം. അന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം കേട്ടവർ, ഇന്ന് രത്നരാജ് പാസ് പറഞ്ഞതുപോലെ ഒലിവുമല പ്രഭാഷണം കേട്ടവർക്ക് പിടികിട്ടി ആലയം തകരും. അവരെവിടെ ഓടി? ഇസ്രയേലിൻ്റെ ഉയർന്ന ഒരു മലയുണ്ട്, പെല്ലാ മലയിൽ ഓടിപ്പോയെങ്കിൽ ഇന്ന് രാത്രി അതൊരു നിഴലെങ്കിൽ നെയ്യാറ്റിങ്കര തൊഴിക്കൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, 3ാം ലോകമഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ നിത്യ വീട്ടിലെത്തിക്കുക എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാ നിഴൽ. ബാക്കിയൂടെ കേട്ടോണം. AD 70 ടൈറ്റസ് വന്നു ദൈവാലയം തകർത്തു. ആഫ്രിക്കയിൽ ആനകളെ കൊണ്ടുവന്ന് ആരോ പറഞ്ഞു ഇതിനകത്ത് സ്വർണവും വെള്ളിയും ഉണ്ടെന്ന്. കല്ലുകൾ മുഴുവൻ പോയി. അതാ യേശു പറഞ്ഞ കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ. ഇന്ന് ഇസ്രയേലിന് 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഒരു വിലാപ മതിലുണ്ട്. അതിന് ഇംഗ്ലീഷിൽ അവർ പറയുന്ന വെസ്റ്റേൺ വാള. കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിക്കാൻ പോയപ്പോൾ എല്ലാവരും കേൾക്കണേ, ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ TPM അപ്പച്ചൻ കഴുത്തെ ഒരു മുണ്ട് ചുറ്റുന്നത് പോലെ വിലാപ മതിലിൽ ചെന്നിട്ട് ഇങ്ങനെ കരഞ്ഞു, ഞങ്ങൾ ആലയം നേടിയെടുക്കും. മനസ്സിലാകുന്നവർക്കായി സകല ചാനലിലും അത് കാണിച്ചു, ആലയത്തിന് വേണ്ടി. രണ്ടാമത്തെ കാര്യം, യേശു കയറിയ ഒരു വാതിലുണ്ട്. ബൈബിൾ കൂടെ ഇരിക്കണം, വായിക്കുന്നില്ല. ആ വാതിൽ അടഞ്ഞിരിക്കുക. എല്ലാവരും 1967 6 ദിന യുദ്ധം. അറബ് ഇസ്രായേൽ യെരുശലേം പിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സംഭവം നടന്നു. ജോർദാനിലെ ഹുസൈൻ രാജാവ് ഒരു പണി ചെയ്തു. ഈ വാതിലൊന്ന് തുറക്കാൻ പോയി. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. ഇന്ന് യെരുശലേം ദൈവാലയത്തിന്റെ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുന്നു. ബൈബിളിനകത്തുണ്ട്, ദാസി വായിക്കത്തില്ല. ബൈബിൾ നിങ്ങൾ കൂടെ, അതുകൊണ്ട് എല്ലാ വാക്യവും ഞാൻ എടുക്കത്തില്ലെന്ന് പറയാം. യെസക്കേൽ 44:1-2 കേബാർ നദീതീരത്തിരുന്ന് യെസക്കേലിനെ സ്വർഗം കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് ഇസ്രയേൽ മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, ദാണ്ട ഈ വാതിൽ അടച്ചിരിക്കണം. ഉടനെ എസക്കേൽ മുട്ടുമടക്കി. സ്വർഗം പറഞ്ഞ കാര്യമുണ്ട്, യഹോവയായ കർത്താവ് ഇതിൽ കൂടി കടന്നത് കൊണ്ട് ഈ വാതിൽ ആരും തുറക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശ സങ്കീർത്തനം 24, നമ്മുടെ നാഥൻ മടങ്ങി വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരം ഉയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യഹോവ കടന്നു വരാ. അതുകൊണ്ട് ആ സങ്കീർത്തനം 24 ദാവീദ് പാടിയത്, ഈ വാതിൽ ആരും അടക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നത്, 1 യഹൂദനുമായിട്ട് സമാധാന ഉടമ്പടി, 2 ജെറുസലേം അവൻ്റെ കയ്യിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 15 കാര്യങ്ങൾ. ഈ ഭാഗം 1ാം ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇടവേള ബാക്കിയതാണ്ട്. ശബത്തുകളുടെ ശബത്ത്, ഇസ്രയേലിന്റെ ശബത്ത് എന്നവർ പറയുന്നു. മുഴുവൻ പേരെ മടക്കി വരുത്തിക്കൊണ്ടിരിക്കുന്നു. അടയാളങ്ങളുടെ അവസാനം. രണ്ടാമത്തെ കാര്യം ദാണ്ട് ഏറ്റവും നിർണായകമായി ശബത്തിനെ അവർ വിശുദ്ധീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിവർത്തിക്കുന്നു. 3ാമത്തെ കാര്യം ഏറ്റവും നിർണായകമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്തിമ ദിനത്തിലേക്ക് യെരുശലേം. അജി ബ്രദർ ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യും. അന്തിമ ദിനത്തിലേക്ക് യെരുശലേം, യെരുശലേമിൻ്റെ അവസാന നാളുകൾ. ഇനിയുള്ള ഭാഗം 15 കാര്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ നിറവിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ ഇവിടെ നടക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. 15 കാര്യം. ആലയം പണിയാനുള്ള 15 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി ദാണ്ടേ അമേരിക്കയുടെ ട്രംപ്, വായാടി ട്രംപ്, ഇന്ന് ഇന്ത്യയായിട്ട് കലകം വെക്കുന്ന, നാളെ പറഞ്ഞുതരാം. ട്രംപ് ദാണ്ടേ ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. 1948 മെയ് 14 ഇസ്രയേൽ സ്വാതന്ത്ര്യമായപ്പോൾ അവരുടെ തലസ്ഥാനം ടെൽ അവീവ് ആയിരുന്നു. അത് മാറി
ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിനെ തലസ്ഥാനമാക്കി 2017 ഓഗസ്റ്റിൽ എന്തിനാ പള്ളി പണിയാൻ. ഇന്ന് രാത്രി, ബാക്കി എല്ലാവരും കേൾക്കണം, ഒരു മതത്തെയും കുറ്റം പറയത്തില്ല, ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയ ചെറുപ്പക്കാരനാ ജാറേദ് കുഷ്ണർ. അവന്റെ പാർട്ട്ണറാ ഇന്നത്തെ എലോൺ മസ്ക്. നിങ്ങളുടെ റിലയൻസ് ജിയോയും എയർടെലും കൊണ്ടുപോകാൻ പോകുന്ന അവനാ ലോകത്തില് ഏറ്റവും വലിയ വ്യവസായി എഴുന്നേൽക്കുന്നു. ഇതാണ്ട് ട്രംപിന്റെ മകൾ 2018 മെയ് 14 ഒരു മനുഷ്യന്റെ ആയുസ് 70. 48 മെയ് 14 ഇസ്രായേൽ സ്വാതന്ത്ര്യമായത് 70 വർഷം കഴിഞ്ഞപ്പോൾ എംബസി തുറന്നു. 3 ഇന്ന് ഒരുത്തന് യഹൂദനോട് മിണ്ടാൻ പറ്റത്തില്ല. അവർ UN എഴുതി കൊടുത്ത ഇസ്രായേൽ ജൂതരാഷ്ട്രം, ആരും ഞങ്ങളോട് കളിക്കാൻ പറ്റത്തില്ല. 3 കാര്യങ്ങൾ, ഇനിയുള്ള കാര്യങ്ങൾ പുറകെ കേൾക്കണം ഇടവേളയിലേക്കും. 1 ട്രംപ് ജെറുസലേമിനെ തലസ്ഥാനമാക്കി. 2 മകൾ എംബസി തുറന്നു. 3 യുണൈറ്റഡ് നേഷൻസിൽ ജൂതരാഷ്ട്രം. 4 $60 ലക്ഷം $3 ബില്യൺ യഹൂദൻ ലോകത്തിലെ ധനവാന്മാരാ അവർ പിരിച്ചു കഴിഞ്ഞു. 5ാമത്തെ കാര്യം, കെട്ടിടം ആലയം പണിയാൻ ഒരു കമ്പനിയെ ഏൽപ്പിച്ചു. ആ കമ്പനിയുടെ പേര് ടീം ആൻഡ് ബെയർ. 6 ഇത് കുടിക്കാൻ വേറൊരു കമ്പനി ഏൽപ്പിച്ചു, കാൽക്രോ. 7ാമത്തെ കാര്യം, കാൽക്രോ ഏൽപ്പിച്ചു. 7ാമത്തെ കാര്യം, 44 ദിവസം കൊണ്ട് പണിയാനുള്ള സകല സംവിധാനവും യഹൂദൻ ശരിയാക്കി കഴിഞ്ഞു, ആലയം. അത് കഴിഞ്ഞ് 8ാമത്തെ കാര്യം, ഇവിടെ നെയ്യാറ്റിൻകര ബൈബിൾ കോളേജ് ഉള്ളതുപോലെ ഇന്ന് യെരുശലേം ദൈവാലയത്തിൽ അർപ്പിക്കാൻ ചുവന്ന പശുക്കുട്ടികളെ ഇസ്രായേൽ റെഡിയാക്കി. 9ാമത്തെ കാര്യം, ഈ ബൈബിൾ കോളേജ് ഉള്ളതുപോലെ അനേക കുഞ്ഞുങ്ങളെ യഹൂദന്റെ തൽമൂദ് പഠിപ്പിക്കുന്നു. 10ാമത്തെ കാര്യം മനസ്സിലാക്കണം, അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് അനവധി ചുവന്ന പശുക്കളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. 11 ഈ സകല യഹൂദന്മാരും ആലയം പണിഞ്ഞാൽ അവിടെ വരും. അങ്ങനെയെങ്കിൽ അന്ന് ട്രാഫിക് നിയന്ത്രിക്കുവാൻ ഇപ്പോൾ ചെറുപ്പക്കാരനായ ഒരു പുള്ളിയെ അവർ പോലീസിൽ പഠിപ്പിക്കുന്നു. അവൻ്റെ പേര് റോണി അൽ ഷക്കർ. അത് കഴിഞ്ഞ് 12ാമത്തെ കാര്യം, ഇന്ന് രാത്രി മഹാപുരോഹിതന് യാഗപീഠത്തിനകത്ത് ചുവന്ന പശുവിന് ഭസ്മീകരണം നടക്കണമെങ്കിൽ ഒരു വസ്ത്രം ധരിക്കണം. അത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഒച്ചിനകത്ത് ഇടിച്ചു പിഴിഞ്ഞ് പുരോഹിതന്റെ വസ്ത്രം അവർ ശരിയാക്കി. ഇനിയുള്ളത് കേൾക്കണം. 13 ഏറ്റവും നിർണായകമായി ഇന്നൊരു ഫെസ്റ്റിവൽ നടക്കുന്നു, ഹനൂക്ക ഫെസ്റ്റിവൽ. ഹനൂക്ക ഫെസ്റ്റിവലിന്റെ പ്രത്യേകത, അവർ ഡിസംബർ മാസത്തിൽ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചുവന്ന പശുവിനെ യാഗമർപ്പിക്കുന്നു. സകല യൂട്യൂബിനകത്ത് കിടക്കുന്നു, ചുവന്ന പശുവിനെ യഹൂദൻ യാഗമർപ്പിക്കുന്നു. ഇനിയുള്ള വാക്യങ്ങൾ വായിച്ചു തരും. 14ാമത്തെ കാര്യം, ആലയത്തിനകത്ത് കാണിക്ക ഇടുവാൻ വേണ്ടി അവർ പണം റെഡിയാക്കി കഴിഞ്ഞു. വായിക്കുന്നു, ബൈബിൾ എടുക്കാം. ചിന്ത, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. കർത്തൃദാസ് വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. ആലയത്തിനകത്ത് കാണിക്ക വളരെ ക്ലിയർ ആയിരിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം. വായിച്ചാട്ട് സഹോദരി. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തനും താന്താന്റെ ജീവന് വേണ്ടി ആലയത്തെ കാണിക്കണം. വീണ്ടെടുപ്പ് വില. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ കൊടുക്കണം. അവിടെ ഒരു പോയിന്റ്, അവിടെ വീണ്ടെടുപ്പിന്റെ വില അവിടെ നിൽക്കട്ടെ. എല്ലാവരും കേൾക്കണം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായത്. അന്ന് ഒരു പൈസ ഉണ്ടായിരുന്നു, 2 പൈസ ഉണ്ടായിരുന്നു, 5 പൈസ ഉണ്ടായിരുന്നു, 10 പൈസ ഉണ്ടായിരുന്നു, 25 പൈസ ഉണ്ടായിരുന്നു, 50 ഉണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങ് മാറിപ്പോയി. ഇന്ന് 50 പോലും കാണാനില്ല, ₹1. അങ്ങനെയെങ്കിൽ 48 ഇസ്രായേൽ സ്വതന്ത്രമായത്. 1970 ആയപ്പോൾ ലോകത്തിലെ ധനവാന്മാർ അവരായി. അവര് നമ്മുടെ 10ന്റെ 5ന്റെ പൈസ പോലെ എടുത്തു കളഞ്ഞു, അരശേഖലില്ല. പക്ഷേ കോവിഡ് വന്നപ്പോൾ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ട്രഷറിയിൽ നിന്ന് നമ്മുടെ ആധാറിൽ തലയെണ്ണി പെൻഷൻ കൊടുക്കുന്നത് പോലെ എല്ലാ വീട്ടിലും അരശേക്കൽ നാണയം കൊടുത്തു കഴിഞ്ഞു, ആലയത്തിൽ കാണിക്ക ഇടുവാൻ. അടുത്ത വാക്ക് വായിക്കണം, ഇത് ക്ലിയർ വായിച്ചാട്ടെ. വായിക്കാം. ശേക്കേൽ എന്നതോ 20 ഗേര, അരശേക്കൽ. ആലയത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. നിങ്ങളുടെ ആരെങ്കിലും ഇസ്രായേലിലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. യഹൂദൻ 20 വയസ്സുള്ളവർക്കെല്ലാം കൊടുത്തു. അടുത്ത വാക്ക് വായിക്കാം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും കൊച്ചുങ്ങൾ ഇടണ്ട, 20 വയസ്സും അതിന് മീതെ ഉള്ളവരും ആലയത്തെ വഴിപാട് കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ ധനവാൻ എലോൺ മസ്ക് കോടി ഇടരുത്, ദരിദ്രനായ കുഞ്ഞമ്മ ചേച്ചി ഇച്ചിരി ഇടരുത്. അതുകൊണ്ട് ദാ കിടക്കുന്നു ബൈബിൾ. അടുത്തത് വായിച്ചാട്ടെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ
യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അധികം കൊടുക്കരുത്. ധനവാൻ കൂടുതൽ പൈസ ഇടരുത്, ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത്. ആ തല എണ്ണി ഇസ്രയേലിനകത്ത് യഹൂദന്റെ 20 വയസ്സ് കഴിഞ്ഞവരുടെ ലിസ്റ്റ് പ്രകാരം ട്രഷറിയിൽ നിന്ന് അടിച്ച പൈസ കൊണ്ടുവച്ചേക്കും ആലയത്തെ കാണിക്കയിടാൻ. 14-ാമത്തെ കാര്യം. 15 എല്ലാവരും കേൾക്കണം, അന്ത്യകാല സംഭവം. അതുകൊണ്ടാണ് സഭയെ ഞാൻ കൂടുതൽ പേടിക്കുന്നത്. കാനാവിലെ കല്യാണമല്ല. അതിൻ്റെ 15-ാമത്തെ സംഭവം പറഞ്ഞുതരാം. ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിനെതിരെ ആക്രമണം എന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. ബൈബിളിനകത്തുണ്ടോ യഹൂദൻ മടങ്ങി വരും, മുഴുവൻ യഹൂദന്മാർ. ഈ യോസഫിന്റെ മക്കൾ മനസ്സേക്കാരായിരുന്നു. അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂരി അവർക്കെതിരെ അടി വന്നപ്പോൾ അമിത്ഷായോട് ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ വണ്ടി കയറ്റിയേക്കാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. യഹൂദന്മാരെല്ലാം പോയി. ഇനി കേൾക്കണം, കൊച്ചി മട്ടാഞ്ചേരി ഈ അടുത്ത സമയത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. ചെല്ലാനം മട്ടാഞ്ചേരിക്കടുത്ത് കൺവെൻഷൻ, അവിടെ യോഗം കഴിഞ്ഞിട്ട് IPCയിലെ സെൻട്രൽ പാസ്റ്റർ വീട്ടിലെ ചാപ്പാട് എന്ന് ഞാൻ ചോദിച്ചു, ഇവിടെ യഹൂദന്മാരൊക്കെ എത്ര പേരുണ്ടെന്ന്. അന്നേരം പുള്ളി പറഞ്ഞു, ബാബുച്ചേട്ടൻ മാത്രമേ ഉള്ളെന്ന്. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു, അവർ പോയ വീട് എന്തിയാ സാറ്? വീട് കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് കിട്ടുമെന്ന്. ഉടനെ പുള്ളിക്കാരൻ ചോദിച്ചു, കാശുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, പ്രസംഗിച്ച കാശുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. മട്ടാഞ്ചേരിയിലെങ്ങനെ വീട് കിട്ടിയാൽ നല്ല ചൂണ്ടയിട്ട് മീനെങ്കിലും പച്ചമീൻ പൊരിച്ച് കഴിക്കാറുണ്ടല്ലോ സ്വോത്രം. ചെല്ലാനും കടലെടുത്ത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, യവന്മാർ ഒറ്റ വീടും വിൽക്കിയല്ല പാസ്റ്ററെ, എല്ലാം പൂട്ടിയിട്ടിട്ട് ഓൺലൈൻ വഴി കരവടച്ച് കറണ്ട് അടയ്ക്കുമെന്ന്. മനസ്സിലാകുന്നവർക്ക് ഒറ്റ വീടവും വിൽക്കത്തില്ല യഹൂദൻ. ചാലക്കുടിയിലും കൊരട്ടിയിലും നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരൻജി മത്സരിച്ച മാള യഹൂദന്റെ കോട്ടയമായിലാക സകല യഹൂദന്മാരും. ഇനി കൊച്ചി മട്ടാഞ്ചേരി ബാബുച്ചേട്ടൻ, ഇനി മണിപ്പൂരിലെ കണ്ട് എന്താ പറയുക, സകല യഹൂദന്മാരും മടങ്ങി വരാൻ. അതിൻ്റെ പേരാ റോഷ് ഹോശന്ന. ഇസ്രയേലിൻ്റെ എല്ലാവരും കേൾക്കണം. എസെക്കിയേൽ 36:24 എടുത്തോണം. ഞാൻ പറയുമ്പോൾ വായിക്കണം. ഇസ്രയേലിൻ്റെ എയർപോർട്ടുണ്ട്, ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം. പുറത്ത് നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ ഇന്ന് നല്ല ബൈബിൾ കട നടത്തുന്നത് പോലെ യഹൂദൻ മടങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഒരു ടെന്റ് അവിടെ ഒഴുകി. അതിൻ്റെ പേരാ റോഷ് ഹോശന്ന. അവസാനത്തെ യഹൂദന്റെ ഓശാനയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങി. അടുത്ത കാര്യം നാട്ടുകാർ ലൈവിൽ കേൾക്കട്ടെ. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേരാ ഏലാ താഴ്വര. ഇന്ന് ഇസ്രായേൽ അതിനെ ഓമന പേരിട്ട് വിളിക്കുന്ന എലാത്ത് വാലി. കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇവിടെ ലൈഫ് മിഷന്റെ വീട് ശരിയാക്കുന്നത് പോലെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വില്ല ഒരുങ്ങുന്നു. ഒക്ടോബർ 7 ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യം, അപ്പൻ ആരോ ഞങ്ങൾക്ക് പ്രശ്നമില്ല, അമ്മ യഹൂദ സ്ത്രീ എന്നിൽ പാസ്പോർട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാം. ഇതാ അന്ത്യകാല പ്രവചനം. യുദ്ധത്തിന് വേണ്ടി വായിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 36:24. യഹൂദന്റെ ആലയത്തിന് വേണ്ടി എസെക്കിയേൽ 36:24. കർത്തൃദാസ് വായിച്ചാട്ടെ, നാട്ടുകാർ കേട്ടാട്ടെ. എസെക്കിയേൽ 36:24 വായിക്കുഞ്ഞേ. ഞാൻ കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് കരമുയർത്തുന്നവർക്കായി ഇതാ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ സകല യഹൂദന്മാർക്ക് മടങ്ങി വരാം. ഇതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. വരുന്നു ലോകമഹായുദ്ധം. 2 ജെറുസലേമിന്റെ ആല്. അതിനു മുമ്പ് ദൈവസഭ ഇവിടെ എടുക്കപ്പെടാൻ കാലമായി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ട്രംപ്, എല്ലാവരും കേൾക്കണം. ബാക്കി പല കാര്യങ്ങളും നാളെ പറയാനുണ്ട്. എല്ലാവരും വിചാരിക്കും ഇതൊരു 3-ാം ലോകമഹായുദ്ധമാണ്. ഇവിടെ പാസ്റ്റർ കൺവെൻഷന്റെ തീം തന്നെ പറഞ്ഞു, ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ അല്പം താമസിക്കുന്നത്, ദീർഘക്ഷമ കാണിക്കുന്നത് ചിലരും കൂടെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. അതുകൊണ്ട് 3-ാം ലോകമഹായുദ്ധം നടക്കത്തില്ല. ഇവിടെ ഒരു സമാധാനം ഉണ്ടാവും. അതാ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. നാളെ പറയാം, ഇന്ത്യയും പാകിസ്ഥാന്റെയും ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതുപോലെ ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. ഇതിന്റെ പിൻപിൽ വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. ഇപ്പൊ കാലൊടിഞ്ഞവന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി TV ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഉടനെ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് നിർത്തും. ഒരു 6 ദിവസം കഴിയട്ടെ, പിന്നെ നമുക്ക് MRI എടുക്കാം. അതുപോലെ ഒരു സമാധാനം ഇപ്പൊ ട്രംപ് കൊണ്ടുവരും. വായിക്കാം ഇരമ്യ പ്രവചനം 6:14. ട്രംപ് എന്തിന് എഴുന്നേറ്റ് വരുന്നു? ഇരമ്യ പ്രവചനം 6:14. സമാധാനമില്ലാതിരിക്കെ, വായിക്കാം മക്കളെ, സമാധാനമില്ലാതിരിക്കെ. സമാധാനം എന്ന് ലോകം പറയും, ട്രംപും പറയും സമാധാനം. എന്റെ ജനത്തിന് മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ബാൻഡേഡും പ്ലാസ്റ്റർ സർജറി ആയിട്ടില്ല. വരാൻ പോകുന്നു 3-ാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യം നടക്കുന്നെങ്കിൽ ഇവിടെ യഹൂദന് വേണ്ടി ഒരാലയം വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ 2 ആലയം ഭൂമിയിൽ കാണുമോ? 1-ാമത്തെ ഇടവേളയ്ക്ക് ബൈബിളിൽ 1-ാമത്തെ ആലയം പറഞ്ഞു തരാം. സമാഗമന കൂടാരം. അതിനോടനുബന്ധിച്ച് വിഗ്രഹാരാധന. മനസ്സിലാകുന്നവർക്കായി
ഇടയ്ക്ക് മോശയും അഹരോനും. മോശയ്ക്ക് വിസിറ്റ് വിസ കിട്ടി, മുകളിലേക്ക് പോയി. ദൈവസഭ ആരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. കേൾക്കുന്നവർക്കായി അഹരോൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ദുബായിൽ പോയ മോശ വന്നപ്പോൾ കാണുന്ന എല്ലാം കാളക്കുട്ടിയുടെ മുമ്പിൽ മുമ്പിടുന്നു. സന്തോഷമില്ലല്ലോ. இந்த நாட்களிலே தூத்தூரி மட்டுமா கும்பிடுவ மாதிரி ஆட்டுக்குட்டி காளக்குட்டி முன்னாடி கும்பிடுவது മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. இப்போ தமிழ்நாட்டில் ஒரு சிலை இருக்குது தூத்தூர். இங்கே பள்ளி போவாத்தனும் தூத்தூரி போயிருக்குது. எதுக்கு போவது தெரியக்கூடாது. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. இந்த ஊழியക്കാർ ഇവിടെ ഇരിക്കുന്ന സ്വോത്രം അവിടെ മാറി കുമ്പിടുന്നു. അങ്ങനെയെങ്കിൽ വായിക്കാം 3000 പേര് അവിടെ വീഴുക. പുറപ്പാട് പുസ്തകം 32:26 രണ്ട് സഭ ഇവിടെ കാണൂ. ഇതാ നമ്മുടെ പ്രസംഗം പുറകെ ബാക്കി. പുറപ്പാട് 32:26-28 ദാസി വായിച്ചാട്ടെ. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ, വിഗ്രഹത്തെ കുമ്പിടാതെ. വായിച്ചട്ടെ. ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തരും താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തുറക്കണം. അടുത്തത് ആ വിഗ്രഹത്തെ വണങ്ങുന്ന താന്തോന്റെ സഹോദരന്മാരെ, താന്താന്റെ സ്നേഹിതന്മാരെയും താന്താന്റെ കൂട്ടുകാരനെയും മോശ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു വിഗ്രഹാരാധന. അന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായി. മോശ പറഞ്ഞതുപോലെ ചെയ്തു. ഏകദേശം 3000 പേർ വീണു. കരമുയർത്തുന്നവർക്കായി പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയ്ക്ക് 3000 അല്ലെങ്കിൽ എടുക്കാം. ഒന്നാമത്തെ ഇടവേളയിലേക്ക് മത്തായി 16, 16, 17, 18 ഫിലിപ്പിയരുടെ കൈസരിൽ വെച്ച് യേശു അപ്പോസ്തലന്മാരെ വിളിച്ചു. മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് പറയുന്നു? ചിലർ പറഞ്ഞു മോശ, ചിലർ പറഞ്ഞു ഏലിയാവ്. എന്നാൽ പടകിന്ന് ചാടി ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേരാ പത്രോസച്ചായും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പത്രോസച്ചായ ഒരു കാക്ക് ഭാര്യയും പറഞ്ഞു. സ്വോത്രം. ആള് തള്ളിക്കളഞ്ഞവനാണെങ്കിലും കോഴി പോകുമ്പോൾ കുറ്റം പറഞ്ഞവനാണെങ്കിലും അവൻ ചങ്കൂറ്റത്തോടെ നമ്മുടെ പരിശോധന പറഞ്ഞ പോലെ നിന്നെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവനായിരുന്നു. സ്വോത്രം. പത്രോസ്. വായിക്കാം. ഒന്ന് മത്തായി 16:17 അവൻ്റെ ഒരു വെളിപ്പാട് കിട്ടി. നമ്മുടെ നെയ്യാറ്റിക്കൽ 21 പോലെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. അപ്പോ സ്വർഗം പറഞ്ഞ എന്താണെന്നറിയോ? ബെറിയോനാ ശീമോനെ. വായിച്ചോട്ടെ സഹോദരി. യേശു അവനോട് അവന്റെ കുടുംബ പേരും വിളിച്ചു. ബെറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്ക് സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി. അടുത്ത വാക്ക് നീ പത്രോസാകുന്നു. ഈ പാറ ക്രിസ്തുവാ. നീ പാറയ്ക്കകത്ത പീസ് ഓഫ് ദ റോക്ക്. അതാ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. അടുത്ത വാക്ക് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയിൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ നിന്നോട് പറയുന്നു സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ. The key of the heaven is giving. നിനക്ക് വേണ്ടി സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ. അടുത്തത് ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും മതി മക്കളെ. അപ്പൊ ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയും പാതാള ഗോപുരങ്ങൾ. ബാക്കി ഒരു വാക്യം കൂടെ ഒക്കെ എടുക്കുമ്പോൾ ഇടവേള അപ്പോസ്തലപ്രവൃത്തി 2:40-41 ഞാൻ പറയുമ്പോൾ വായിക്കണം. 1 കൊരിന്ത്യർ 10, 1, 2, 3, 4 വീട്ടിൽ ചെല്ലണം. നമ്മുടെ പിതാക്കന്മാർ മേഘത്തിൻ കൂടിയും കടലിൽ കൂടിയും നടന്നു. ആ ആത്മീയ പാറയല്ലോ നമ്മെ നയിച്ചത്. ആ ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത്. ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്ത്. അങ്ങനെങ്കിൽ യഥാർത്ഥ പാറ അതാ ക്രിസ്തു എന്ന പാറ. അങ്ങനെയെങ്കിൽ ഇന്ന് യഹൂദനോടുള്ള ബന്ധത്തിൽ ഈ പടകിന്ന് ചാടിയവനാ പെന്തിക്കോസ് പെരുന്നാളിലെ പ്രസംഗം. അതാണ് എൻ്റെ സന്ദേശം. ഒന്നാമത്തെ സഭയിൽ 3000 പേർ പെട്ടുവീണപ്പോൾ പത്രോസിനെ പെന്തിക്കോസ് പെരുന്നാൾ ദൈവം എഴുന്നേൽപ്പിച്ചു. സെഗിയോൻ മാളിക മുറിക്കകത്ത് യേശുവിൻ്റെ അമ്മ മറിയ, 107 വിശ്വാസ സമൂഹം, 12 അപ്പോസ്തലന്മാർ നിൽക്കുമ്പോൾ യോവേലിന്റെ പ്രവചന പ്രകാരം അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ. മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങൾ. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അന്ന് ഒരു കൂട്ട് പ്രസംഗം കേട്ട് ഓടി വന്നു. വായിക്കാം. ആ സഭയുടെ പേരാ പുതിയ നിയമസഭ. അപ്പോസ്തലപ്രവൃത്തി 2:40-41 വായിച്ചാട്ട് സഹോദരി. ആ അനേക വാക്കുകളാലും പ്രബോധിപ്പിച്ചു. അടുത്തത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവനെന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് കൊണ്ടവർ സ്നാനമേറ്റ്. അന്ന് എത്ര പേർ?
വരുന്നു. കരമുയർത്തുന്നവർക്കായി. പഴയ നിയമസഭയിൽ 3000 പേർ പട്ടുവീണപ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. നീ സ്വർഗത്തിൽ കെട്ടുന്നതൊക്കെ ഞാൻ ഭൂമിയിൽ കെട്ട്, സ്വർഗത്തിൽ അടിക്കുന്നത് ഞാൻ ഭൂമിയിൽ അടിക്കും. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് മുങ്ങി സ്നാനമേറ്റ് അനുദപിച്ച് 3000 പേർ ദൈവസഭയോട് ചേർന്നെങ്കിൽ ആ സഭയെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി സമയം ഭൂമിയിൽ കാണത്തില്ല. യഹൂദന് വേണ്ടി അവിടെ ഒരാലയം പണിഞ്ഞ് അവിടെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ പോകുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പത്രോസിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ ദൈവസഭയെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ആരെ ചേർക്കാം? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. യഹൂദന്റെ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തൊഴുക്കലിനോട് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ അവൻ മടങ്ങി വരാറായി. 84ാമത് ജനറൽ കൺവെൻഷൻ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുടങ്ങാൻ കാലമാ. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.